ഹലോ ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വാട്ടർ കളർ ഫ്ലവേഴ്സുമായിട്ടാണ്. വാട്ടർ കളർ കൊണ്ടും ബ്രഷ് പെന്നുകൊണ്ടുമുള്ള ഫ്ലവേഴ്സൊന്നും അത്ര അങ്ങോട്ട് വശമില്ലെങ്കിലും നമ്മൾ ജേണലിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് ഒരുപാട് കിട്ടും. പക്ഷേ നമ്മൾ തന്നെ വരച്ച ഒരു ഫ്ലവേഴ്സിന് ഒന്നും കൂടി ഒരു മൊഞ്ചില്ലേ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ വരച്ച് തുടങ്ങിയതാണ്. കുറേ മോഡൽസൊക്കെ നോക്കി, ജസ്റ്റ് 5 പെറ്റൽസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളൊന്ന് ഡാർക്കൻ ചെയ്തു. നമ്മൾ ബ്രഷ് പെന്നിൻ്റെ ഒരു ഗുണവും ദോഷവും തന്നെയാണ്. നമ്മൾ അത് എത്രത്തോളം ആവണോ അത്രത്തോളം അത് ഡാർക്കനായി വരും. അപ്പോൾ ഡോംസിൻ്റെ ഈ ബ്രഷ് പെന്നാണ്, പാസ്റ്റൽ കളറാണ് ഞാൻ ഫ്ലവേഴ്സിന് യൂസ് ചെയ്തത്. നല്ല ലൈറ്റ് കളേഴ്സാണ്, നല്ല വളരെ ഭംഗി തോന്നുക. ആ ഒരു ലൈറ്റ് കളറ് വളരെ ആപ്റ്റാണ്. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഇനി വേറൊരു കളറ് വേണം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നിന്നു. ആ നേരം കൊണ്ട് നമുക്ക് ലീവ്സ് ഓരോന്ന് വരച്ചു. എൻ്റെ ലീവ്സ് അത്ര ഭംഗിയില്ലെങ്കിലും ഒപ്പിക്കും, അങ്ങനത്തെ ഒരു ലീവ്സാണ് വരച്ചത്. നമ്മൾ ജേണലിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലയിടത്തും ഇങ്ങനത്തെ ഒക്കെ പൂക്കൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചത്. പിന്നെ ജസ്റ്റ് അവിടെ നിന്ന് ആ ഒരു ഡ്രൈ ആയി തോന്നിയപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഡാർക്കൻ ചെയ്ത് ജസ്റ്റ് 2-3 വര വരച്ചു. പിന്നെ നടുവിൽ ഒരു ഡോട്ട്, ഒരു ബ്രൗൺ കളർ കൊണ്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് വേറെ ഒരു ടൈപ്പ് ഫ്ലവറാണ്. അതിന് ആദ്യം ഒരു മഞ്ഞയുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. ഇനി അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നിന്നു, കാരണം ഒന്ന് ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു തണ്ട് വരച്ചു. ബ്രഷ് പെന്നുകൊണ്ട് ഈ മെലിഞ്ഞ വരകൾ ഇപ്പോഴും എൻ്റെ കൈക്കൊരുങ്ങിയിട്ടില്ല. അതെങ്ങനെയായാലും തടിച്ചു വരും. ക്രയോണും പെൻസിലൊക്കെ വെച്ച് ഇതൊക്കെ നന്നാക്കുമെന്ന് എനിക്ക് തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അറ്റംപ്റ്റ് നിങ്ങൾ കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ജസ്റ്റ് ഡ്രൈ ആയി തോന്നിയപ്പോൾ ഞാനത് വെച്ച് ഒന്ന് ഡാർക്കൻ ചെയ്തു. അങ്ങനെ അപ്പോൾ ഒന്നും കൂടി അതെന്ത് ചെയ്തു, ഫ്ലവറൊന്ന് റെഡിയാക്കി. പിന്നെ ഞാനൊന്ന് ക്ലോസപ്പിലെടുത്തതാണ്. അത് പകുതി ഔട്ട് ഓഫ് ഫോക്കസായി, എന്നാലും ഞാൻ വരച്ചൊപ്പിച്ചു. എൻ്റെ ഇലകൾക്കൊക്കെ ഒരേ മുഖച്ഛായ ആവും അത്, അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട, ഒക്കെ തികച്ചും യാദൃശ്ചികം മാത്രമാണ്. അങ്ങനെ ഇതിൽ എന്തോ ഒരു കുറവ് തോന്നി, എന്നാലും ഞാൻ ഒപ്പിച്ച്. ബ്രഷ് പെന്നിൻ്റെ ആ ഒരു യൂസേജ് ഇപ്പോഴും ശരിയായിട്ടില്ല. മെലിഞ്ഞ വരാൻ എനിക്കിപ്പോഴും പ്രശ്നമാണ്. എന്നാലും ഞാൻ കുറേയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത പൂവ് വരക്കാൻ നോക്കിയപ്പോഴത്തിന് ഈ പൂവ് എനിക്കിഷ്ടമായില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ ഉണ്ടായില്ല. ഞാൻ ഉദ്ദേശിച്ച വേറെ എന്താണ്, ആയത് വേറെ എന്തോ ഒരു കുറവ്. അപ്പോൾ ഞാൻ അതിൻ്റെ നടുവിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. അടുത്ത പൂവ് ഇതേപോലെ ഔട്ട് ഓഫ് ഫോക്കസായി 3 പെറ്റൽ വരച്ചു, ഒന്ന് വളഞ്ഞത്. പക്ഷേ അത് അതിൻ്റെ ഒറിജിനൽ ചിത്രമായിട്ട് യാതൊരു ബന്ധവും വന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് വിട്ടു. പിന്നെ അടുത്തത് ലാവണ്ടർ പോലുള്ള ഇതാണ്. ഒന്ന് ഡ്രൈ ആവണതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ നടുവിലുള്ള ആ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അത് സ്മഡ്ജായി. അപ്പോൾ നിങ്ങൾ വരക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. 5 പൂ വരച്ചപ്പോൾ ഒരുപാട് ടൈമായി, നോക്കി നോക്കുമ്പോൾ എന്തോ ഒരു കുറവ്. അപ്പം ഞാൻ അതിന് മാത്രം കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്തു. 5 പൂവും കൂടി ഉണ്ട്. ഈ വീഡിയോ തന്നെ ഒരുപാട് ലെങ്ത് ആയപ്പോൾ ഞാൻ നിർത്തി. അത് അടുത്ത വീഡിയോയിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.